ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ വെർട്ടിക്കൽ സബ്മേർജ്ഡ് പ്ലെയിൻ സർഫസ് ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ഇൻക്ലൈൻഡ് സബ്മേർജ്ഡ് പ്ലെയിൻ സർഫസ് ആണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് ഡയഗ്രത്തിൽ ഇത് നമ്മൾ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ആണ്. ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഉണ്ട്, അതിൽ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് ആണിത്. അതിന് ഒ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിനെ. ദെൻ അതിലേക്ക് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിലേക്ക് ഒരു സർഫസിനെ നമ്മൾ ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്, ഒരു പ്ലെയിൻ സർഫസിനെ ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. ആ പ്ലെയിൻ സർഫസ് എങ്ങനെയാണ് നമ്മൾ ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്? ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്. ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് പ്ലെയിൻ സർഫസ് മേക്സ് an angle with the free liquid surface. ഓക്കെ, അപ്പോൾ ആ ആംഗിളിന് ഇവിടെ തീറ്റ എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബ്ലാക്കിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മളെ ഫ്രീ ലിക്വിഡ് പ്ലെയിൻ സർഫസ് ഇൻക്ലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്ലെയിൻ സർഫസ് ഇൻക്ലൈൻ ചെയ്ത് വെച്ചപ്പോൾ അതിൻ്റെ എഡ്ജാണ് ഈ കാണുന്നത്, എഡ്ജ് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ആ പ്ലെയിൻ സർഫസിനെ ഈ ഒരു ഡയറക്ഷനിൽ വ്യൂ ചെയ്യുകയാണെങ്കിൽ കാണുന്ന പിക്ചറാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? സോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൽ ചെയ്ത പോലെ തന്നെ ഇതാണ് നമ്മളുടെ പ്ലെയിൻ സർഫസ്. അപ്പോൾ ഇതിനൊരു എന്തുണ്ടാവും? ഈ പ്ലെയിൻ സർഫസിന് ഒരു സെൻട്രോയിഡ് ഉണ്ടാവും, സെൻട്രോ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും. അത് ജി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെൻട്രോ ഓഫ് ഗ്രാവിറ്റി മുതൽ ഈ ഫ്രീ ലിക്വിഡ് സർഫസ് വരെയുള്ള ആ വെർട്ടിക്കൽ ഹൈറ്റ് ആണ് എന്ത്? വൈ ബാർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണു. അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് പ്രഷർ ഉണ്ടാവും, അത് ജിയുടെ താഴെയായിരിക്കും ഉണ്ടാവുക. അതിവിടെയാണ് നമ്മൾ കൺസിഡർ ചെയ്യണു. ദെൻ ആ സെൻറ്റർ ഓഫ് പ്രഷർ മുതൽ ഫ്രീ ലിക്വിഡ് സർഫസ് വരെയുള്ള ഡിസ്റ്റൻസിനെ എച്ച് ബാർ എന്ന് കൊടുക്കണു. അപ്പോൾ ഇത് എഡ്ജ് വ്യൂ ആണ്. അതിൻ്റെ ഫുൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യൂ വരച്ചിട്ടുണ്ട്. അതിലേക്കും തന്നെ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെയും പോയിന്റ് മാർക്ക് ചെയ്തിടുകയാണ്. ഓക്കെ, ദെൻ ഇതിൽ ചെയ്തിട്ടുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിവിടെ സോൾവ് ചെയ്യണമെങ്കിൽ ഈ പാരലൽ ആക്സിസ് തിയറമിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ഈ സർഫസ് ഈ ഫ്രീ ലിക്വിഡ് സർഫസിന് എടുത്ത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സർഫസിനെ ഫ്രീ ലിക്വിഡ് സർഫസിന് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ആക്സിസിന് ഈ സെൻട്രോ ഗ്രാവിറ്റിയുടെ ആക്സിസിന് എബൌട്ട് ഒരു റെഫറൻസ് ആക്സിസ് ഉണ്ടാവും. അതെന്താണ്? പാരലൽ ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് അത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതൊരു ആംഗിളിലാണല്ലോ ഫ്രീ ലിക്വിഡ് സർഫസ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ ഫ്രീ ലിക്വിഡ് സർഫസിൽ ഒരു പോയിന്റ് കിട്ടുമല്ലോ. ആ പോയിന്റിനെ ഓന്ന് കൊടുത്തു. ദെൻ ആ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കാൻ, ഒരു നോർമൽ ലൈൻ വരയ്ക്കാൻ, 90 ഡിഗ്രി ലൈൻ വരയ്ക്കാൻ. ദാറ്റ് ഈസ് ഈ പ്ലെയിൻ ഇൻക്ലൈൻ ചെയ്തിട്ടില്ല, ആ പ്ലെയിൻ്റെ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ വരച്ചു. ആ ലൈനിനെ നമ്മളൊരു പേര് കൊടുത്തു, ഒ എക്സ് എന്ന് കൊടുത്തു. ആക്സിസ് ഒ എക്സ് എന്ന് പറയാം. അപ്പോൾ ബേസ്ഡ് ഓൺ ദിസ് ആക്സിസ് ഒ എക്സ് എന്ന് പറഞ്ഞ ആക്സിസ് നിന്ന് നമ്മൾ ഈ ഇൻക്ലൈൻഡ് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ വേറൊരു നെയിം കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ഇത് സെൻട്രോ ഗ്രാവിറ്റി ആണ്. ഈ സെൻട്രോ ഗ്രാവിറ്റി മുതൽ ഈ ആക്സിസ് ഒ എക്സ് വരെയുള്ള ആക്സിസിൻ്റെ ഡിസ്റ്റൻസിനെ വൈ ജി എന്ന് നമ്മൾ എടുക്കണോ, കൺസിഡർ ചെയ്യണം. അതേപോലെ ഈ സെൻട്രോ പ്രഷറിൽ നിന്ന് ആക്സിസ് ഒ എക്സ് വരെയുള്ള ഡിസ്റ്റൻസിനെ വൈ സി എന്നും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ദെൻ ഇനി നമുക്കിത് സോൾവ് ചെയ്യണമെങ്കിൽ, ടോട്ടൽ പ്രഷർ ഫോഴ്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണു? ഈ ഇൻക്ലൈൻഡ് സർഫസിൽ എന്താണ്, ഒരു സ്ട്രിപ്പ് അസ്യൂം ചെയ്യാണ്. ഓക്കെ, ആദ്യം ഒരു ചെറിയ സ്മോൾ സ്ട്രിപ്പ് എടുക്കണം. ആ സ്മോൾ സ്ട്രിപ്പിൻ്റെ ടോട്ടൽ പ്രഷർ സ്മോൾ സ്ട്രിപ്പിലുള്ള ടോട്ടൽ പ്രഷർ കാണണു. അത് കഴിഞ്ഞിട്ട് എൻ്റയർ ഈ സർഫസിലുള്ള ടോട്ടൽ പ്രഷർ കാണാണ്. അപ്പോൾ ഈ സ്ട്രിപ്പ് അസ്യൂം ചെയ്തു. ആ സ്ട്രിപ്പിൻ്റെ ഏരിയ ഡി എ എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. സ്ട്രിപ്പിൻ്റെ ബ്രെഡ്ത്ത് ആസ് യൂഷ്വൽ ബി എന്ന് കൺസിഡർ ചെയ്യണു. ആ സ്ട്രിപ്പിൻ്റെ തിക്നെസ് ഡി വൈ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ദെൻ സ്ട്രിപ്പ് നിന്ന് ഈ ആക്സിസ് ഒ എക്സ് വരെയുള്ള ഡിസ്റ്റൻസിനെ ഇവിടെ വൈ എന്ന് കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ ഈ കൺസിഡർ ചെയ്ത സ്ട്രിപ്പ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എഡ്ജ് വ്യൂയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ എഡ്ജ് വ്യൂയിൽ ആ സ്ട്രിപ്പിൻ്റെ ഇത് കിട്ടും. അപ്പോൾ ഇവിടെ മുതൽ ആ സ്ട്രിപ്പ് മുതൽ ഫ്രീ ലിക്വിഡ് സർഫസ് വരെയുള്ള ഹൈറ്റിനെ അവിടെ എച്ച് എന്നും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ പ്ലെയിൻ സർഫസ് ലിക്വിഡ് സർഫസ് ആയിട്ട് മേക്ക് ആൻ ആംഗിളിനെ തീറ്റ എന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഏരിയ
ക്യാപിറ്റൽ ലെറ്റർ എന്ന് എടുത്തിട്ടുണ്ട്. ജി സെൻട്രോയിഡ് ആണ്, സി സെൻട്രോ പ്രഷർ, തീറ്റ ആംഗിൾ ആണ്, വൈ ബാർ എച്ച് ബാർ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ലെറ്റ് ദ പ്ലെയിൻ സർഫസ് ഒ എക്സ് എന്ന് പറഞ്ഞ ഒരു ആക്സിസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് സെൻട്രോ ഗ്രാവിറ്റിയിൽ നിന്ന് ഒ എക്സ് ആക്സിസിലുള്ള ഡിസ്റ്റൻസ് വൈ ജി എന്നും സെൻട്രോ പ്രഷറിൽ നിന്ന് ഒ എക്സ് എന്ന് പറഞ്ഞ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് വൈ സി എന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എലമെൻറ്റ് സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു, അതിൻ്റെ ഏരിയ ഡി എന്ന് എടുത്തു, എലമെൻറ്റ് സ്ട്രിപ്പിൻ്റെ ഡെപ്ത് എച്ച് എന്ന് എടുത്തു, ഫ്രീ ലിക്വിഡ് സർഫസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എച്ച് എന്ന് എടുത്തു, ഒ എക്സ് എന്ന് പറഞ്ഞ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് വൈ എന്ന് എടുത്തു. ക്ലിയർ? അങ്ങനെ എങ്കിൽ പ്രഷർ ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഡെപ്ത് ഓഫ് ലിക്വിഡ് ഓൺ ദ എലമെൻ്റൽ സ്ട്രിപ്പ്, ഡെപ്ത് ഓഫ് ലിക്വിഡ് ഓൺ ദ എലമെൻ്റൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത് പി ഈക്വൽ ടു റോ ജി എച്ച് ആണ് അല്ലേ. ഇപ്പോൾ ഡെപ്ത് ഓഫ് എലമെൻ്റൽ സ്ട്രിപ്പ് ഓൺ ഫ്രീ ലിക്വിഡ് സർഫസ് അല്ലേ, ഡെപ്ത് ഓഫ് എലമെൻ്റൽ സ്ട്രിപ്പ് ആണ് അല്ലേ. അതായത് നമുക്ക് ഇതാണ് ഇവിടെയാണ് വേണ്ടത്, ഈ ഒരു സ്ട്രിപ്പ് വരെയുള്ള ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. വെർട്ടിക്കൽ ഡെപ്തിലുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ പി ഈക്വൽ ടു റോ ജി എച്ച്, കാരണം എച്ച് ഹൈറ്റിലാണ്, പി ഈക്വൽ ടു റോ ജി എച്ച് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ പ്രഷർ ഫോഴ്സ് ഓൺ ദ എലമെൻ്റൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഡി എഫ് ആണ്. ഡി എഫ് ഈക്വൽ ടു എന്താണ്? പി ഇൻറ്റു ഡി എ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഡി എഫ് ഈക്വൽ ടു റോ ജി എച്ച് ഇൻറ്റു ഡി എന്ന് എഴുതാം. സോ ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ ഹോൾ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിപ്പോൾ ഇത് ഡി എഫ് കിട്ടി അല്ലേ, ഈ സ്ട്രിപ്പിലുള്ള കിട്ടി. നമുക്ക് ടോട്ടൽ എൻ്റെ സർഫസിലുള്ള കിട്ടുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഡി എഫിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ വി ക്യാൻ റൈറ്റ് എഫ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ ഹോൾ സർഫസ് ഏരിയ എഫ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി എഫ് ആണ്. ഇൻറ്റഗ്രൽ ഡി എഫ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻറ്റഗ്രൽ റോ ജി എച്ച് ഡി എ എന്ന്. റോ ജി കോൺസ്റ്റൻ്റ് ആണ്, സോ റോ ജി ഇൻറ്റഗ്രൽ എച്ച് ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ചെയ്തത് ഈ ഫ്രീ ലിക്വിഡ് സർഫസിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തത്. ബട്ട് നമുക്കിവിടെ ഇതാണ് വേണ്ടത് അല്ലേ, ഒ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ളതാണ് വേണ്ടത്. സോ അപ്പോൾ ആ ഫിഗറിൽ നിന്ന് നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെ എഴുതാം? നമ്മൾ ആ ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രം ഫിഗറിൽ നിന്ന് എഴുതാം. ഫിഗറിൽ എന്ന് പറയുമ്പോൾ ഈ ഡയഗ്രമാണ്, ഇതാണ്. ഇത് നമ്മളിങ്ങനെ ഡയഗ്രാം എടുക്കുമ്പോൾ ഇവിടെ എനിക്കൊരു ഈ എച്ച് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കുകയാണ്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ എനിക്കൊരു ട്രയാങ്കിൾ ആവില്ലേ? അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇവിടെ തീറ്റ, ഇവിടെ ഈ സൈഡ് ഈ വെർട്ടിക്കൽ ഹൈറ്റ് എച്ച് ആണ്, ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് വൈ ആണ് അല്ലേ. കാരണം ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഈ ആക്സിസിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? വൈ ആണ്. സോ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായി. സോ സൈൻ തീറ്റ അല്ലേ, ഇത് ഹൈപ്പോട്ന്യൂസ് ആണ്, ഇത് ഓൾട്ടിറ്റ്യൂഡാണ്, ഇത് ബേസ് ആണ്, ഇത് ഓൾട്ടിറ്റ്യൂഡാണ്, ഇത് ഹൈപ്പോട്ന്യൂസ് ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡാണ്, അഡ്ജസൻറ്റ് സൈഡാണ് അല്ലേ. ഇപ്പോൾ സൈൻ തീറ്റ എടുക്കുമ്പോൾ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ എച്ച് ബൈ വൈ ആണ് വരിക, സൈൻ തീറ്റയുടെ എച്ച് ബൈ വൈ. സിമിലർലി ഇത് വൈ ബാറും ഇവിടെ വൈ ജിയും ആണ് വരിക അല്ലേ. നിങ്ങൾ ആ ഫിഗറൊന്ന് നോക്കുക, അതിന് മുന്നിലുള്ള ഫിഗറൊന്ന് നോക്കുക. സോ സൈൻ തീറ്റ ഈക്വൽ ടു എന്താണ്? നമുക്ക് എന്ത് ചെയ്താൽ? വൈ ബാർ ബൈ വൈ ജി എന്ന് എഴുതാം. സിമിലർലി എന്താണ്? ഇനി ഇപ്പുറത്തും ഉണ്ട് അല്ലേ, എച്ച് ബാർ ഉണ്ടാവും, ഇവിടെ വൈ സി ഉണ്ടാവും. സോ സൈൻ തീറ്റ ഈക്വൽ ടു എച്ച് ബാർ ബൈ വൈ സി എന്ന് നമുക്ക് എഴുതാം. സോ അപ്പോൾ ഇതിൽ ഈ ഇൻറ്റഗ്രൽ എച്ച് ഡി എ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ എച്ചിനെ നമുക്ക് മാറ്റി ചെയ്താണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഡെപ്ത് അല്ല വരിക, ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത് അല്ലേ. ആക്സിസ് ഒ എക്സ് എന്ന് പറഞ്ഞ ആക്സിസിന് പാരലായിട്ടുള്ളതാണ് വേണ്ടത്. സോ എച്ച് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ? ഇത് എടുത്തൂടെ, ഇവിടെ നമുക്ക് എച്ച് അല്ല വേണ്ടത്. അപ്പോൾ എച്ച് ഈക്വൽ ടു വൈ സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ എഫ് എന്താ? ഇവിടെ എച്ചിന് പകരം എന്താ? വൈ സൈൻ തീറ്റ എന്ന് കൊടുക്കുമ്പോൾ എന്താണ്? എഫ് ഈക്വൽ ടു റോ ജി ഇൻറ്റഗ്രൽ വൈ സൈൻ തീറ്റ ഡി എ എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ജി സൈൻ തീറ്റ ഇൻറ്റഗ്രൽ വൈ ഡി എ എന്ന് എഴുതാം. ഇപ്പോൾ ഈ വൈ ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റ് ഓഫ് ഏരിയ ഓഫ് എലമെൻ്റൽ സ്ട്രിപ്പ് എബൌട്ട് ആക്സിസ് ഒ എക്സ് ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് കണ്ട. എബൌട്ട് ആക്സിസ് ഒ എക്സ് എന്ന് എടുക്കണമെങ്കിൽ ഈ വൈയുടെ ഫോമിലേക്ക് കിട്ടണം, അതിനാണ് ഇത് മാറ്റി എഴുതിയത്. സോ ഇൻറ്റഗ്രൽ വൈ ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റ് ഓഫ് ദ ഹോൾ സർഫസ് ഏരിയ എബൌട്ട് ആക്സിസ് ഒ എക്സ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ സർഫസ് ഏരിയ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ സെൻറ്റർ ഓഫ് ഏരിയ ഫ്രം ദ ആക്സിസ് ഒ എക്സ് ആണ്. സോ ഇൻറ്റഗ്രൽ വൈ ഡി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു വൈ ജി എന്നാണ് എഴുതുക അല്ലേ. ഡിസ്റ്റൻസ് അല്ലേ, ഈ ഡിസ്റ്റൻസ് വൈ ജി ആണല്ലോ. സോ എഫ് എന്ന് പറയുന്നത് എന്താവും? എഫ് എന്ന് പറയുമ്പോൾ എന്താണ്? റോ ജി സൈൻ തീറ്റ ഇൻറ്റഗ്രൽ വൈ ഡി എക്ക് പകരം എന്താണ്? എ ഇൻറ്റു വൈ ജി എന്ന് എഴുതാം, എ ഇൻറ്റു വൈ ജി. അപ്പോൾ ഫ്രം ദ ജോമെട്രി ഓഫ് ഫിഗർ സൈൻ തീറ്റയിൽ നിന്ന് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ? വൈ ബാർ ബൈ വൈ ജി എന്ന് എഴുതാം അല്ലേ. ഈ ഫിഗറിൽ നിന്ന് എന്താ? വൈ ബാർ ബൈ വൈ ജി എന്ന് എഴുതാം. സോ വൈ ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ബാറിന് എഴുതിക്കൂടെ. സോ നമുക്ക് ഈ
സൈൻ തീറ്റ വൈ ജിക്ക് പകരം എന്തെന്ന് ചെയ്താൽ വൈ ബാർ എന്ന് കൊടുക്കുക. സോ ദി ഇക്വേഷൻ ബിക്കംസ് എഫ് ഈക്വൽ ടു റോ ജി എ വൈ ബാർ എന്ന് വരും. അപ്പോൾ ഈ മേലെ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത്, ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആണ് ഫോർ എ ഇൻക്ലൈൻഡ് സബ്മേർജ്ഡ് പ്ലെയിൻ സർഫസ്. ഓക്കെ. So from the above equation, we conclude that whatever may be the inclination of the submerged plane surface to the free liquid surface, the magnitude of the resultant hydrostatic force equal to the product of the area of the immersed surface and the pressure intensity of the centroid of the area. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ടോട്ടൽ പ്രഷറായി. ഇനി എന്താ കാണേണ്ടത്, നമുക്ക് ഡെപ്ത് ഓഫ് സെൻട്രോ പ്രഷറാണ് കാണേണ്ടത്. സോ ഡെപ്ത് ഓഫ് സെൻട്രോ പ്രഷർ എന്ന് പറയുമ്പോൾ എച്ച് ബാർ ആണ് അല്ലേ. എച്ച് ബാർ കാണാനായിട്ട് എന്താണ്, അത് പ്രിൻസിപ്പിൾസ് ഓഫ് മൊമെന്റ്സ് എന്നാണ് നമുക്ക് കിട്ടുക. അതിനായിട്ട് നമ്മൾ ഇതേ ഡയഗ്രം തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ ചെയ്യൽ എന്താണ്, മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് വരിക. അപ്പോൾ ആദ്യം ആ സ്ട്രിപ്പിലുള്ള ഫോഴ്സ് കാണണം, പ്രഷർ ഫോഴ്സ് കാണണം അല്ലേ. അപ്പോൾ ഡി എഫ് എന്ന് പ്രഷർ ഫോഴ്സ് ഓൺ ദ സ്മോൾ എലിമെന്റൽ സ്ട്രിപ്പ് എന്ന് എടുത്തു. അപ്പോൾ ഡി എം എന്ന് പറഞ്ഞാൽ ആ സ്ട്രിപ്പിലുള്ള മൊമെന്റ് ആയിട്ട് എടുത്തു. അപ്പോൾ മൊമെന്റ് ഓഫ് ദിസ് പ്രഷർ ഫോഴ്സ് ഓൺ ദ എലിമെന്റൽ സ്ട്രിപ്പ് അബൌട്ട് ദ ആക്സിസ് ഒ എക്സ് എന്ന് എടുത്തു. സോ മൊമെന്റ് ഓൺ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡി എഫ് ഇൻറ്റു വൈ എന്ന് എഴുതാം അല്ലേ. കാരണം വൈ എന്നുള്ളവരുടെ ഡിസ്റ്റൻസ് ഈ ചിത്രം നോക്കണം. വൈ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് സ്ട്രിപ്പ് വരെ ഉള്ളത്. ഓക്കെ, ഡി എഫ് ഇൻറ്റു വൈ. ബട്ട് നമുക്കറിയാം ഡി എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, റോ ജി എച്ച് ഡി എ ആണ്. അപ്പോൾ ഡി എമ്മിൽ ഡി എഫിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ റോ ജി എച്ച് ഡി എ ഇൻറ്റു വൈ എന്നായി. ഇപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ വൈ സൈൻ തീറ്റയാണ്. സോ ഡി എം ഈക്വൽ ടു എന്താണ്, എച്ചിന് വൈ സൈൻ തീറ്റ എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഡി എം ഈക്വൽ ടു റോ ജി എച്ചിന് പകരം വൈ സൈൻ തീറ്റ ഇൻറ്റു ഡി എ ഇൻറ്റു വൈ. സോ ഈക്വൽ ടു റോ ജി വൈ സ്ക്വയർ സൈൻ തീറ്റ ഡി എ. അപ്പോൾ ഇതെന്താണ്, എലമെൻ്റൽ സ്ട്രിപ്പിലുള്ള മൊമെൻ്റ് ആണ് കിട്ടിയത്. നമുക്ക് എന്താ വേണ്ടത്, ടോട്ടൽ മൊമെൻ്റ് ആണ് വേണ്ടത് അല്ലേ. ടോട്ടൽ മൊമെൻ്റ് ഓഫ് ദ പ്രഷർ ഫോഴ്സ് ഓൺ ദ ഹോൾ സർഫസ് ഏരിയ അബൌട്ട് ആക്സിസ് ഒ എക്സ് എന്ന് പറയുമ്പോൾ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ എം ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി എം വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ റോ ജി വൈ സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു ഡി എ. സോ റോ ജി സൈൻ തീറ്റ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. ഇപ്പോൾ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മൊമെൻ്റ് ഓഫ് ഏരിയ ആണ്, വിച്ച് ഈസ് നോൺ ആസ് ഏരിയ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സർഫസ് അബൌട്ട് ആക്സിസ് ഒ എക്സ് എന്ന് കൂടി പറയാം. സോ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്ന് പറഞ്ഞാൽ ഐ നോട്ടാണ് അല്ലേ. സെക്കൻഡ് മൊമെൻ്റ് ഏരിയ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഐ നോട്ടാണ്. സോ എം എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ, ഈ ഇക്വേഷനിൽ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഡി എക്ക് പകരം ഐ നോട്ട് എന്ന് കൊടുക്കണം. സോ എം ഈക്വൽ ടു റോ ജി സൈൻ തീറ്റ ഐ നോട്ട്, അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കണം. ദ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ദ പ്രഷർ ഫോഴ്സ് ഓൺ ദ ഹോൾ സർഫസ് ഏരിയ അബൌട്ട് ആക്സിസ് ഒ എക്സ് ഈസ് ഓൾസോ ഗിവൺ. അതായത് റിസൾട്ടൻറ്റ് മൊമെൻ്റ് ആണ് വേണ്ടത് അല്ലേ. ഇത് സം ഓഫ് മൊമെന്റ്സ് ആണ് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾസ് ഓഫ് മൊമെന്റ്സ്. ഇത് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇക്വേഷൻ 1 കിട്ടിയത് സം ഓഫ് മൊമെന്റ്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, റിസൾട്ടൻറ്റ് ഓഫ് ദ മൊമെന്റ് എന്നാണ്. അപ്പോൾ റിസൾട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റ് മൊമെന്റ് എന്താണ്, എം ഈക്വൽ ടു റിസൾട്ടൻറ്റ് പ്രഷർ ഫോഴ്സ് ആക്ടിങ് അറ്റ് ദ സെൻറ്റർ ഓഫ് പ്രഷർ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് പ്രഷർ ആൻഡ് ദ ആക്സിസ് ഒ എക്സ് ആണ്. ദാറ്റ് ഈസ് നത്തിങ്, സിംപ്ലി നമുക്ക് പറയാം മൊമെന്റ് എം ഈക്വൽ ടു എന്താണ്, ഫോഴ്സ്, അത് ടോട്ടൽ പ്രഷർ ഓൺ ദ സർഫസ് ഇൻറ്റു distance, center of pressure നിന്ന് axis OX ലേക്കുള്ള distance, that is YC. So we can write rho g a y bar into YC എന്ന് എഴുതാം അല്ലേ. ഇതിൽ YC-നെ നമുക്ക് മാറ്റി എഴുതാം. YC എന്ന് പറഞ്ഞാൽ എന്താണ്, H bar by sin theta ആണ് അല്ലേ. YC എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഡയഗ്രാം വി ക്യാൻ റൈറ്റ് YC ഈക്വൽ ടു എന്താണ്, H bar by sin theta ആണ്. അപ്പോൾ ഇതിൽ YC-ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണു, മേലത്തെ ഇക്വേഷനിൽ H bar by sin theta എന്ന്. സോ M ഈക്വൽ ടു റോ ജി എ വൈ ബാർ ഇൻറ്റു H bar by sin theta in ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻ്റ് അനുസരിച്ച് ഇക്വേഷൻ 1ഉം 2ഉം നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. സോ വി ക്യാൻ റൈറ്റ് എഴുതാം ഇക്വേഷൻ 2 ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ 2 ആണിത്, റോ ജി എ വൈ ബാർ ഇൻറ്റു H bar by sin theta വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ 1 റോ ജി സൈൻ തീറ്റ ഐ നോട്ട്. സോ H bar ഈക്വൽ ടു ഐ നോട്ട് സൈൻ സ്ക്വയർ തീറ്റ ബൈ എ വൈ ബാർ എന്ന് വരിക. കാരണം ഇവിടെ റോ ജി ക്യാൻസൽ ആയിപ്പോയി. സോ ഇവിടെ H bar മാത്രം നിർത്തി, ബാക്കിയുള്ള ടേംസിനെ അതർ സൈഡ് കൊണ്ടുപോകുമ്പോൾ H bar ഈക്വൽ ടു ഐ നോട്ട് സൈൻ സ്ക്വയർ തീറ്റ ബൈ എ വൈ ബാർ. സോ ഐ നോട്ട് എന്ന് പറഞ്ഞാൽ ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഇമേഴ്സ്ഡ് സർഫസ് അബൌട്ട് ആക്സിസ് ഒ എക്സ്. അക്കോർഡിംഗ് ടു പാരലൽ ആക്സിസ് തിയറം, ഏരിയ ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദ ആക്സിസ് ഒ എക്സ് എന്ന് പറഞ്ഞാൽ ഐ നോട്ട് ഈക്വൽ ടു ഐ ജി പ്ലസ് എ വൈ ജി സ്ക്വയർ എന്നാണ്. സോ നമ്മൾ ഈ മേലത്തെ ഇക്വേഷനിൽ H bar ഈക്വൽ ടു ഐ നോട്ട് സൈൻ സ്ക്വയർ തീറ്റ ബൈ എ വൈ ബാർ എന്നുണ്ടായില്ല. ഐ നോട്ടിന് പകരം എന്ത് കൊടുക്കുകയാണ്, ഐ ജി പ്ലസ് എ വൈ ജി സ്ക്വയർ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരും H bar ഈക്വൽ ടു ഐ ജി പ്ലസ് എ വൈ ജി സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ബൈ എ വൈ ബാർ എന്ന് വരും. ഇതിനെ ഒന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ എന്താണ്, H bar ഈക്വൽ ടു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ വൈ ബാർ പ്ലസ് എ വൈ ജി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ എ വൈ ബാർ എന്ന് വരും അല്ലേ. സോ നമുക്കറിയാം വൈ ജി സൈൻ തീറ്റ ഈക്വൽ ടു വൈ ബാർ ആണ്. ആ ഡയഗ്രം ആണ്. ആ ഡയഗ്രം നമ്മളൊരു നിങ്ങൾ ട്രയാങ്കിൾ ഡയഗ്രം അവിടെ വരച്ച് വെക്കണം. വൈ ജി സൈൻ തീറ്റ ഈക്വൽ ടു വൈ ബാർ എന്ന് എഴുതാം. ഓക്കെ,
വൈ ബാർ എന്ന് എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു, അങ്ങനെ ഇടുമ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് ഡയഗ്രാം. സോ ഇതിലിപ്പോൾ വൈ ജി സൈൻ തീറ്റയ്ക്കുള്ള വൈ ബാർ, നമ്മൾ ആ ഡയഗ്രത്തിന് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വൈ ബാർ ഉണ്ടാവും, ഇത് വൈ ജി ഉണ്ടാവും. അപ്പോൾ സൈൻ തീറ്റ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് വൈ ബാർ ബൈ വൈ ജി എന്നാണ് വരിക. അപ്പോൾ വൈ ജിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പോൾ വൈ ബാർ ഈക്വൽ ടു വൈ ജി സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ഇതിലുള്ള വൈ ജി ഉണ്ടല്ലോ, വൈ ജിക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, വൈ ജിക്കല്ല, ഇതിലുള്ള വൈ ബാറിന് നമ്മൾ എന്ത് കൊടുക്കണു, വൈ ജി സൈൻ തീറ്റ എന്ന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ വൈസ് വേഴ്സ, വൈ ജിക്ക് നമ്മൾ എന്ത് കൊടുക്കും, വൈ ബാർ ബൈ സൈൻ തീറ്റ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വൈ ജിക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, വൈ ബാർ ബൈ സൈൻ തീറ്റ എന്ന് കൊടുത്തിരിക്കുകയാണ്. സോ എച്ച് ബാർ ഈക്വൽ ടു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ വൈ ബാർ പ്ലസ് എ വൈ ജി സ്ക്വയർ അല്ലേ, വൈ ജിക്ക് പകരം എന്ത് കൊടുത്തു, വൈ ബാർ ബൈ സൈൻ തീറ്റ എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ വൈ ബാർ ബൈ വൈ ബാർ സ്ക്വയർ ആവും, വൈ ബാർ സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്നാവും. അപ്പോൾ എന്താണ്, ഈ സൈൻ സ്ക്വയർ തീറ്റ ഈ സൈൻ സ്ക്വയർ തീറ്റ ക്യാൻസൽ ആയി പോകും. അപ്പോൾ എ വൈ ബാർ സ്ക്വയർ ബൈ ഇവിടെ താഴെ എ വൈ ബാർ എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ എന്താണ്, ഈ സാധനം മാറണില്ല, ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ വൈ ബാർ തന്നെ പ്ലസ് ഇവിടുത്തെ എ ക്യാൻസൽ ആവും, ഇവിടെ ഈ വൈ ബാറും ഇതിലൊരു വൈ ബാറും പോവും, ജസ്റ്റ് സിംപ്ലി വൈ ബാർ എന്ന് വരും. ഓക്കെ, ഈ മേലത്തെ ഇക്വേഷനാണ് എന്ത്, ഈസ് വെർട്ടിക്കൽ ഡെപ്ത് ഓഫ് ദ സെൻറ്റർ ഓഫ് പ്രഷർ ഓൺ ദ ഇൻക്ലൈൻഡ് ഇമേഴ്സ്ഡ് പ്ലെയിൻ സർഫസ് ബിലോ ദ ഫ്രീ ലിക്വിഡ് സർഫസ്. ഫ്രീ ലിക്വിഡ് സർഫസിൻ്റെ താഴെ ഇമേഴ്സ് ചെയ്ത ലിക്വിഡ് സർഫസിൻ്റെ ഇതാണ്. ബട്ട് ഓൾ ടുഗദർ നമുക്ക് എന്താണ്, ഇതാണ് ഫ്രീ ലിക്വിഡ് സർഫസ് അല്ലേ, ഇവിടെ നിന്നുള്ള ഈ ഡെപ്ത് തന്നെയാണ് വേണ്ടത്. അത് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ആക്സിസ് വരച്ച് സോൾവ് ചെയ്തു. ബട്ട് ഫൈനലി നമ്മൾ ഇവിടെ നിന്നുള്ള ഡെപ്ത് എടുത്തത്, അതാണ് എച്ച് ബാർ എന്നുള്ള ഡെപ്തിലേക്ക് എടുത്തിരിക്കുന്നത്, എച്ച് ബാറും വൈ ബാറിൻ്റെയും ടേംസിലേക്ക് എടുത്തിരിക്കുന്നത്. സോ ഇത് പറയുന്നത് ഫോർ വെർട്ടിക്കൽ ഇമേഴ്സ്ഡ് സർഫസ് ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിൻ സർഫസ് വിത്ത് ഫ്രീ ലിക്വിഡ് സർഫസ് തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സൈൻ സ്ക്വയർ 90 ഈക്വൽ ടു 1. ഓക്കെ, അതായത് വെർട്ടിക്കൽ ആകുമ്പോൾ അതിങ്ങനെ ഇതിൽ തന്നെ വെർട്ടിക്കൽ ആണെങ്കിലാണ്, ഇതിലിപ്പോൾ എന്താ മാറ്റം വന്നത്, ഇംഗ്ലണ്ട് ആയത് ഇവിടെ വന്ന സൈൻ സ്ക്വയർ തീറ്റയാണ് മാറ്റം വന്നുള്ളൂ. ആ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്ത് തന്നെ അറിയാം. ഇപ്പോൾ ഇക്വേഷൻ ഇതായിരിക്കും എന്നാണ് പറയണത്. ദെൻ ഇത് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഈ ആംഗിൾ ഇല്ല, ആംഗിൾ 0 ആയി പോവുകയാണെങ്കിൽ എച്ച് ബാർ ഈക്വൽ ടു വൈ ബാർ എന്നാകുമ്പോൾ അതെന്താണ്, നമ്മളെ ഹൊറിസോണ്ടൽ സർഫസ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓർത്ത് വയ്ക്കേണ്ട ഇംഗ്ലണ്ട് സർഫസിന് ഓർത്ത് വയ്ക്കേണ്ട ഒരു ഇക്വേഷനാണ് ഇത്. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഈക്വൽ ടു റോ ജി എ വൈ ബാറും ഇത് എച്ച് ബാർ ഈക്വൽ ടു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എ വൈ ബാർ പ്ലസ് വൈ ബാർ എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താണ്, നമ്മൾ ഇൻക്ലൈൻഡ് സർഫസ് കഴിഞ്ഞു. അതേപോലെയുള്ളതാണ് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ഓൺ ദ കർവ്ഡ് സബ്മേർജ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ, ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഉണ്ട്, ആ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഞാനൊരു കർവ്ഡ് സർഫസ് ഇമേഴ്സ് ചെയ്തിരിക്കുകയാണ്. ഇമേഴ്സ് ചെയ്യുമ്പോൾ അവിടെ എക്സെറ്റിന് ടോട്ടൽ പ്രഷർ ഫോഴ്സ് ആണ്. അപ്പോൾ ഈ കർവ്ഡ് ആയതുകൊണ്ട് തന്നെ ആ കർവ്ഡ് സർഫസ്, ഇതാണ് കർവ്ഡ് സർഫസ്, ഇതൊക്കെ ഡാം അവിടെയൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ദിസ് ഈസ് അവർ കർവ്ഡ് സർഫസ്. ഇവിടെ എ സി എന്ന് കാണിച്ചിട്ടില്ലേ, എ സി എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഈ എലമെൻ്റാണ് ഡി എ എന്ന് നമ്മൾ എടുക്കണം. അപ്പോൾ ഇത് കർവ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ എന്താണ്, ആംഗിൾ ഉണ്ട് ഇതിൽ തന്നെ. ഇതിപ്പോൾ സേ ഈ കർവ്ഡ് സർഫസിൽ ഒരു ആംഗിളിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഡി എഫ് നോട്ട് ആംഗിൾ. ഈ കർവ്ഡ് സർഫസ് അല്ല എപ്പോഴും ഫോഴ്സ് ആക്ട് ചെയ്യണത് എന്താണ്, ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്ലൂയിഡ് എലമെൻറ്റിനെ എന്താണ്, ആ കർവ്ഡ് സർഫസിന് നോർമലായിട്ടായിരിക്കും. അങ്ങനെ നോർമലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു ഫോഴ്സ് റിസോൾവ് ചെയ്യണം. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഉണ്ട്, വെർട്ടിക്കൽ ഡയറക്ഷൻ ഉണ്ട്. ആ രീതിക്കാണ് നമ്മളിത് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഫൈനൽ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. പി ഈക്വൽ ടു റോ ജി എച്ച് ആണ് പ്രഷർ, അതൊക്കെ സെയിം ആണ്. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് ഓൺ ദ എലമെൻ്റ് ഏരിയ ഡി എഫ് ഈക്വൽ പി ടു എഫ് സോൺസോ. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ എടുക്കും ഡി എഫ് ഈക്വൽ ടു റോ ജി എച്ച് ഡി എ ആണ്. അപ്പോൾ ഡി എഫ് എക്സ് ഡയറക്ഷനിൽ എടുക്കുമ്പോൾ ഡി എഫ് സൈൻ തീറ്റ ആണ്. അപ്പോൾ റോ ജി എച്ച് ഡി എ സൈൻ തീറ്റ വരും. വൈ ഡയറക്ഷനിൽ എടുക്കും ഡി എഫ് കോസ് തീറ്റ ആണ്. സോ റോ ജി എച്ച് ഡി എ കോസ് തീറ്റ എന്ന് വരും. സോ എഫ് എക്സ് ഇത് എഫ് എക്സ് വേണം. അപ്പോൾ എന്താണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യും, ഡി എഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതേപോലെ എഫ് വൈ വേണം, അപ്പോൾ ഡി എഫ് വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അത് നമുക്കൊരു വാല്യൂ കിട്ടും. ദെൻ ആ വാല്യൂസ് എല്ലാം വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാണ്, എഫ് എക്സ് എഫ് വൈ സോൾവ് ചെയ്യാണ്. ദെൻ ഫൈനലി നമ്മൾ റിസൾട്ടൻ്റ് ഫോഴ്സ് കാണും കർവ്ഡ് സർഫസ്, ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇതിനെക്കുറിച്ച് കർവ്ഡ് സർഫസിനുള്ളത്. നിങ്ങൾ ആ ജസ്റ്റ് ഇക്വേഷൻ നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സ് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. എഞ്ചിനീയറിംഗിൽ വരുന്നത് ഗേറ്റ്സിൽ, മാഷിനറി ഡാമിൽ, ഓവർ ഹെഡ് വാട്ടർ ടാങ്ക്സിൽ, ഓവർ ഹെഡ് ഓയിൽ ടാങ്ക്സിൽ, ഇവിടെയൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സസിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ 3 ഈ ഒരു സെക്ഷൻ
തിയറി പാർട്ട് അല്ലെങ്കിൽ ആ ഡെറിവേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ പഠിപ്പിച്ച ഈ ഡെറിവേഷനും കാര്യങ്ങളും നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് പഠിച്ചിട്ടുണ്ടാവണം. അതിൻ്റെ ഇക്വേഷനൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.